എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 10 ശ്ലോകം 36, 37, 38, 39 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പരമഭക്തന്മാരായിട്ട് മാറിയിരിക്കുന്ന ആ പുത്രന്മാര് വീണ്ടും വീണ്ടും ഭഗവാനെ നമസ്കരിക്കണം. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവര് പരമഭക്തന്മാരായിട്ട് മാറി. ശ്ലോകം 36. ഓം നമോ ഭഗവതേ വാസുദേവായ നമ പരമകല്യാണ നമ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പദയേ നമ. ഭഗവാനെ സേവിക്കാൻ ഞങ്ങൾ ശക്തരല്ല, ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. കേവലം നാമസങ്കീർത്തനം, ഭഗവത്പാദ പങ്കജങ്ങളിൽ നമസ്കാരം, ഇതുകൊണ്ട് തന്നെ സൗഖ്യം സിദ്ധിക്കുമെന്ന് നിശ്ചയിച്ചിട്ട് നമസ്കരിക്കുകയാണ് അവര്. സ്വതേ കല്യാണ രൂപ, അങ്ങ് എപ്പോഴും കല്യാണ രൂപനാണ്. സൃഷ്ടിയാദി വ്യാപാരങ്ങളുടെ നാഥന്മാരായിരിക്കുന്ന ബ്രഹ്മാവ്, ശിവൻ മുതലായവർക്ക് കൂടി ആനന്ദം നൽകുന്ന പരിപൂർണ ആനന്ദ സ്വരൂപ ഇപ്പോ വസുദേവന്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. നിജാനന്ദം കൊണ്ട് തന്നെ സംതൃപ്തനായിരിക്കുന്ന നിന്തിരുവടിക്ക് ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ സംതൃപ്തനായിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് ഈ അവതാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യദുക്കളെ അനുഗ്രഹിക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന യദുനാഥനായ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയണം. യദൂനാം പതയേ നമ. അനുജാനേഹി നൗ ഭൂമൻ തവാൻ അനുചര കിങ്കരൗ ദർശനം നൗ ഭഗവത ഋഷേരാസി അനുഗ്രഹ. എങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടിക്ക് അറിയാത്തതൊന്നുമില്ല. എങ്കിലും ഹേ സർവവ്യാപിയായുള്ളവനെ, അങ്ങയുടെ ദാസനായിരിക്കുന്ന രുദ്രന്റെ സേവകന്മാരായ ഞങ്ങളെ സ്വസ്ഥാനത്തിലേക്ക് പോവാൻ ഞങ്ങൾക്ക് അനുജ്ഞ തരണമേ. അപരാധം ചെയ്തവരാണെങ്കിലും ഞങ്ങളെ ഋഷീശ്വരനായ നാരദൻ അനുഗ്രഹിച്ചതുകൊണ്ട് ദുർലഭമായിരിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് സിദ്ധിച്ചു. കുറ്റം ചെയ്തവരെയും കൂടി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ഈ ചരിത്രം, സച്ചരിത്രം മഹിമയേറിയത് തന്നെ. അപരാധം ചെയ്തിട്ടും അനുഗ്രഹം ലഭിക്കാൻ സംഗതി വന്ന ഞങ്ങളുടെ ഭാഗ്യം അത്ഭുതകരം എന്നേ പറയാവുള്ളൂ. വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരഃ തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവതനൂന. ഈ ശ്ലോകം, അതിന്റെ അർത്ഥം എന്നും ഈ സ്തുതി നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതെല്ലാവരും കാണാപ്പാഠം പഠിച്ച് ചെയ്താൽ വളരെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഹേ ഭഗവൻ, ഞങ്ങളുടെ വാക്ക് എല്ലായ്പ്പോഴും നിന്തിരുവടിയുടെ ഭക്തവാത്സല്യാദികളായ മഹാഗുണങ്ങൾ കീർത്തിക്കുന്നതിൽ വ്യാപരിക്കാൻ അനുഗ്രഹിക്കണേ. കാതുകള് അങ്ങയുടെ കഥ കേൾക്കുന്നതിൽ താല്പര്യമുള്ളവയായിരിക്കണം. കൈകള് അങ്ങയുടെ ക്ഷേത്രങ്ങൾ അടിച്ചു തളിക്കുക, പൂജയ്ക്ക് കൊണ്ടുവന്ന പുഷ്പങ്ങൾ പറിക്കുക മുതലായ വ്യാപാരങ്ങൾ അനുഷ്ഠിക്കണം. മനസ്സ് അവിടുത്തെ പാദങ്ങൾ സ്മരിക്കുന്നതിൽ ഉറച്ചിരിക്കണം. ശിരസ് നിന്തിരുവടി വസിക്കുന്ന സ്ഥലത്തെ നമസ്കരിക്കുന്നതിൽ ഏർപ്പെടണം. കണ്ണുകള് നിന്തിരുവടിയുടെ രണ്ടാമത്തെ ദേഹമായിരിക്കുന്ന സജ്ജനങ്ങളെ കാണുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കണം. ഇങ്ങനെ ഞങ്ങളുടെ സർവ അവയവങ്ങളും അങ്ങയെ സംബന്ധിച്ച വ്യാപാരങ്ങൾ ചെയ്യാൻ മാത്രം താല്പര്യമുള്ളവയായിരിക്കാൻ ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. കരങ്ങൾ മാരുദേശ നിൻ പദാർച്ചനാപരങ്ങളായി പരം പരിലസിക്കണം. ശ്രവണമിന്ദിരാരമണ നിൻ കഥാശ്രവണം കൊണ്ടുതാൻ സഫലമാവണം. മനസ്സു മോഹനമഹസ്സായ നിന്മേൽ നിനച്ചു നിർവൃതി നിതാന്തമേഷണം.
രസനയും ഭവൽ ഗുണനാമാമൃതരസം രസാൽ നുകർന്നലം വിലസണം. ഇങ്ങനെ ഞങ്ങളുടെ സർവ്വ അവയവങ്ങളും അങ്ങയെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ മാത്രം താല്പര്യമുള്ളതായിരിക്കാൻ ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വര ദാംനാജ ഉലൂഖലേ ബദ്ധ പ്രഹസന്നാക ഗുഹ്യകൗ. നളഗോപുര മണിഗ്രഹന്മാര് ഇങ്ങനെ സ്തുതിച്ചപ്പോ തന്റെ കാരുണ്യ നിമിത്തം അമ്മ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് അവരില്. എന്നാലും സകല ജീവരാശികളുടെയും കർമ്മബന്ധം നശിപ്പിച്ചു മോക്ഷം നൽകുന്നവനായതുകൊണ്ട് ഗോകുലനാഥനായിരിക്കുന്ന ഭഗവാൻ മന്ദഹാസം ചെയ്തുകൊണ്ട് യക്ഷന്മാരോട് സംസാരിച്ചു. ഭഗവാൻ അങ്ങോട്ട് പുഞ്ചിരിച്ചു. ബന്ധനത്തിൽ കിടക്കുകയാണ് ഭഗവാൻ അല്ലെ, പക്ഷെ എല്ലാവരുടെയും ബന്ധത്തെ കർമ്മബന്ധത്തെ നശിപ്പിച്ച് മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കണം. പരിപൂർണ അവതാരമാണ് ഈ ദാമോദര ലീല. അത്രയും മഹത്താണ്. ഭഗവാന്റെ വാക്കുകള് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ